السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد. പ്രിയങ്കരായ ഖത്മുൽ ഖുർആൻ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖത്മുൽ ഖുർആൻ വായനയിൽ ഇന്ന് സൂറത്തുൽ ഇൻസാൻ 76-ാം അധ്യായത്തിലാണ്. അൽ ഇൻസാൻ, മനുഷ്യൻ. അതോടൊപ്പം ഇതിന് മറ്റൊരു നാമകരണമുള്ളത് ദഹർ, കാലം എന്നാണ്. രണ്ട് പദങ്ങളും ഒന്നാമത്തെ ആയത്തിൽ തന്നെ വരുന്നുമുണ്ട്. കാലം, മനുഷ്യൻ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അധ്യായത്തിലും സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുബഹി നമസ്കാരത്തിൽ സൂറത്തുൽ ജുമുഅയും അതേപോലെ തന്നെ ഈ അധ്യായം പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ. മക്കയിൽ അവതരിച്ച ഈ അധ്യായത്തില് 31 ആയത്തുകളിലായി പ്രധാനമായും പ്രതിപാദിക്കുന്നത് ആഖിറത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സത്യനിഷേധത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പ്രേരണയാകുന്ന ഒരുപാട് ഭാഗങ്ങൾ ഇതിനകത്ത് കാണാം. മനുഷ്യ സൃഷ്ടിപ്പിൽ തുടങ്ങിയിട്ട് മനുഷ്യന് മുമ്പിൽ നൽകപ്പെട്ട രണ്ട് മാർഗങ്ങളായ അനുഗ്രഹം, നന്മയുടെയും തിന്മയുടെയും കൃത്യമായ വഴി കാണിച്ചു തന്നതിനെ സംബന്ധിച്ച്, ആ നന്മയോ തിന്മയോ ഏതു വേണമെങ്കിലും അവനവന് തെരഞ്ഞെടുക്കാൻ അഥവാ ഇഖ്തിയാർ നൽകിയിട്ടുണ്ട് എന്ന കാര്യം, ഇതൊക്കെയാണ് 1 മുതൽ 6 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. അവനെ സൃഷ്ടിച്ചു, അവനെ കേൾക്കാൻ കഴിവുള്ളവൻ, കാണാൻ കഴിവുള്ളവൻ, അവൻ അങ്ങനെ ഒരുപാട് കഴിവുകൾ നൽകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം തന്നെ ഒരു ചോദ്യത്തിലാണ് തുടങ്ങുന്നത്. ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലയോ? കാലത്തിൽ നിന്ന് അല്പം അല്ലെങ്കിൽ ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയില്ലയോ? ലം യകുൻ ശൈഅൻ മദ്കൂറാ, പ്രസ്താവ്യമായ ഒന്നുമേ ആയിരുന്നില്ലാത്ത ഒരു കാലം. അവൻ ഇപ്പൊ നമ്മുടെയൊക്കെ പ്രായം വെച്ചിട്ട് നമ്മൾ പറയാ, 45 വർഷത്തിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു എന്ന് ഞാൻ എന്നോട് ചോദിക്കാം. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഇപ്പോഴുള്ള വയസ്സിന് മുമ്പും പിന്നെ മാതാവിൻ്റെ വയറ്റിൽ ഉദരത്തിനകത്ത് കിടന്ന 9 or 10 മാസക്കാലത്തെയും വെച്ചിട്ട് അവിടുന്ന് അപ്പുറത്ത് ഒരു കാലം, നമ്മൾ ഒന്നുമായിരുന്നില്ലാത്ത ഒരു കാലം നമുക്കുണ്ട്. നമ്മളറിയാതെ നമ്മൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയാം. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചു. ഫജഅൽനാഹു സമീഅൻ ബസീറ, അവന് കേൾക്കാനും കാണാനും ഒക്കെ കഴിവും നൽകി. പിന്നെ അവന് നാം 2 മാർഗങ്ങളെ അവന്റെ മുമ്പിൽ നൽകുകയും ചെയ്തു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, 2 മാർഗങ്ങൾ, നന്മയുടെയും തിന്മയുടെയും മാർഗങ്ങൾ. അവന് നന്മയുടെ മാർഗം സ്വീകരിച്ച് ഷാക്കിറൻ, നന്ദിയുള്ളവനാകാം. അവന് തിന്മയുടെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് നന്ദികേടുള്ളവനുമാകാം. അത് അവന്റെ ഇഖ്തിയാറാണ്.
അള്ളാഹു രണ്ട് മാർഗവും കാണിച്ചു. രണ്ടിനെയും സ്വീകരിക്കുവാൻ, രണ്ടിനെയും മനസ്സിലാക്കുവാൻ ഉള്ള കഴിവും ഒക്കെ അവന് നൽകുകയും ചെയ്യും. എന്നിട്ട് അടുത്ത വചനങ്ങളിൽ 7 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ, ഇപ്പൊ അവിടെ ആറാമത്തെ 4 വചനങ്ങളിൽ 4-ാമത്തെ വചനത്തിൽ കുഫ്ർ കാണിക്കുന്ന, നിഷേധം വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറ. അവരെ ചങ്ങലകളിൽ, അങ്ങനെ അവസാനം അവർ നരകാവകാശികളായി. കാര്യം മനസ്സിലായിട്ടും അതിനെ ഉൾക്കൊള്ളാതെ അതിനെതിരായി ജീവിക്കുമ്പോൾ തീർച്ചയായും അവൻ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്ന്. തൊട്ടടുത്ത് പിന്നീട് 7 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, പുണ്യവാന്മാരായ ആളുകളെ അവർക്കുള്ള നേട്ടത്തെക്കുറിച്ച് പറയുന്നതിന് ശേഷം, അഥവാ അബ്റാർ എന്ന് പേര് കൊടുത്തു. അബ്റാർ, പുണ്യവാന്മാരായ ആളുകൾ, അവര് യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ, കാഫൂർ ചേരുവയായുള്ള ജലത്തിൽ നിന്നവർക്ക് കുടിക്കുവാൻ യഥേഷ്ടം കിട്ടും എന്ന് പറഞ്ഞു. ആ ജലത്തെക്കുറിച്ച് പറഞ്ഞത് യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. അവർക്ക് എവിടെയും എപ്പോഴും ഏത് സമയത്തും ലഭിക്കും വിധത്തിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ വെള്ളം. അങ്ങനെയുള്ള ഒരു ആയിൻ, ഒരു ഉറവ് ജലമാണത് എന്ന് അതിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു നമുക്കൊക്കെ അത് കുടിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞല്ലോ, 7 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ ഔസാഫ് സുഅദാ, സൗഭാഗ്യവാന്മാരായ ഈ പറഞ്ഞ അബ്റാറുകളായ ആളുകളുടെ മറ്റൊരു ഭാഗം കുഫ്ർ ചെയ്യുന്ന ആളുകളാണ്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറൻ എന്ന് പറഞ്ഞ കഫൂറിൽപ്പെട്ടതാണ്. എന്നാൽ ഷാക്കിറൻ അഥവാ അബ്റാർ, പുണ്യവാന്മാരായ ആളുകൾ, ബിർറ് ചെയ്തിട്ടുള്ള ആളുകൾ, അവരുടെ വസ്ഫുകളാണ്, ഗുണവിശേഷണങ്ങളാണ് അടുത്ത വചനത്തിൽ 10 വരെ സൂചിപ്പിക്കുന്നത്. വളരെ പ്രധാനമാണ് നമ്മൾ അങ്ങനെയായി മാറണം. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, ഈ പറഞ്ഞ ഗുണം എന്നിലുണ്ടോ എന്ന്. എന്താണ് ഒന്നതിൽ പറഞ്ഞത്? യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. 2 കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, യൂഫൂന ബിന്നദ്രി, അവർ നേർച്ചയെ നിറവേറ്റുന്ന ആളുകളാണ്. യൂഫൂന ബിന്നദ്ർ, നേർച്ചയെ. നേർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് സാധാരണഗതിയിൽ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നേർച്ച നേരുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നേർച്ചയല്ല. ദീനീ മാർഗത്തിൽ ഞാൻ ചെയ്യുമെന്ന് ഞാൻ പറയുന്ന, അതല്ലെങ്കിൽ ഞാൻ നിയ്യത്ത് ചെയ്യുന്ന കാര്യങ്ങളെ, ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കും എന്ന നേർച്ചയെ, നമസ്കാരത്തിലൊക്കെ നമ്മൾ പറഞ്ഞില്ല, എൻ്റെ മുഖത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം ഇതാ സമർപ്പിക്കുന്നു. എൻ്റെ നമസ്കാരവും മറ്റ് ആരാധനാകർമ്മങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ ശിർക്ക് ചെയ്യാത്തവനായി ജീവിക്കുവാനും മുസ്ലിം ആകുവാനുമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് എന്ന കാര്യം, അത് അവൻ കൃത്യമായി നിറവേറ്റുന്നതാണ്. അതോടൊപ്പം വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, തിന്മ പാറിപ്പറക്കുന്ന, വ്യാപകമായി തിന്മയുണ്ടാകുന്ന പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ആ ഒരു ദിവസത്തെ, ഖിയാമത്ത് നാളിൽ, അന്നത്തെ ഭയവിഹ്വലതയുടെ ആ ഒരു സന്ദർഭങ്ങൾ അവർ ഭയപ്പെടുകയും ചെയ്തു. പിന്നെ ഒരു ഗുണം പറഞ്ഞതോ, മൂന്നാമത്, വയുത്ഇമൂന അത്അാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അവർ മറ്റുള്ളവർക്ക്, അവകാശികളായ ആളുകൾക്ക്, മിസ്കീനൻ വയതീമൻ വഅസീറൻ, പഠിക്കുക, വായിച്ചു നോക്കുക, അവർക്കെല്ലാം
ആർക്കൊക്കെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഭക്ഷണം എത്തിച്ചു. തങ്ങൾക്ക് അത് ഏറെ പ്രിയങ്കരമാണ്, ആവശ്യമാണ്. ആ സമയത്ത് മറ്റുള്ളവർക്ക് നൽകുക. തനിക്ക് പ്രിയം ഉള്ളതോടൊപ്പം, തനിക്ക് ആവശ്യം ഉള്ളതോടൊപ്പം, അതിലുപരിയായി അതല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരുടെ ആവശ്യത്തെയും മറ്റുള്ളവരുടെ പ്രിയത്തെയും ആഗ്രഹത്തെയും വില കൽപ്പിക്കുകയും അവർക്ക് കൂടെ ഭക്ഷണം നൽകുകയും ചെയ്യുക എന്ന വലിയ പുണ്യം ചെയ്യുന്ന അബ്റാറുകളായ ആളുകൾ അവരുടെ ഗുണം പറയാം. എന്നിട്ട് അവർ പറയും, അവരുടെ അടുത്ത ഗുണം, അവർ നൽകുന്ന ദാനധർമ്മങ്ങളുടെയൊക്കെ മനസ്സിന്റെ പിൻബലം എങ്ങനെയാ? ഇവിടെ ദുനിയാവിൽ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടണം എന്നതല്ല, ആരെങ്കിലും അത് എടുത്തു പറയണം എന്നതല്ല, മറിച്ച് ഇന്നമാ നുത്ഇമുകും അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഭക്ഷണം തന്നിട്ട്, അല്ലാതെ വേറൊന്നുമല്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് വല്ല നേട്ടവും പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലാഹുവിന്റെ പ്രീതി മാത്രം. അത് മാത്രമല്ല, ഞങ്ങൾ ആ ദിവസത്തെ ഭയപ്പെടുന്നു. അടുത്ത കാര്യം അതിനോട് 4-5 കാര്യങ്ങളായി ചേർത്ത് പറയാം. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, അതിദുസ്സഹമായ, മുഖം ചുളിച്ചു പോകുന്ന, പ്രയാസകരമായ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ലിദാലിക്കൽ യൗം, ആ ദിവസത്തിന് വേണ്ടിയാകട്ടോ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നത് എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ആ ഒരു ദിവസത്തെ ഭയന്നുകൊണ്ടായിരിക്കണം. സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഭൗതികമായ നേട്ടങ്ങളൊന്നുമല്ല, റിയാ ഒന്നുമല്ല നമ്മുടെ മനസ്സിൽ. ഏറ്റവും ചെറിയ ശിർക്കിനെ ഭയപ്പെടണം എന്ന് പറഞ്ഞല്ലോ, റിയാ അതിനുവേണ്ടി ആവരുത്. ഇവിടെയുള്ള പ്രതാപത്തിനു വേണ്ടി, ഇവിടെയുള്ള ഭൗതികമായ ഏതെങ്കിലും അവസരങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങൾ, അതല്ലെങ്കിൽ സമ്പത്ത്, അങ്ങനെ ഒന്നും അല്ല ലക്ഷ്യം വെക്കേണ്ടത്. മറിച്ച് അള്ളാഹു എനിക്ക് ഭൗതികമായ സൗകര്യങ്ങളോ സുഖങ്ങളോ ഒക്കെ നൽകുന്നത് അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ ഇന്നത് കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കാനേ പാടില്ല. ലിവജ്ഹില്ല. ഇന്ന നഖാഫു മിർ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവരെ രക്ഷപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 11 മുതൽ 22 വരെ ആ സ്വർഗ ജീവിതത്തിലെ നിഅമത്തുകളെ കുറിച്ചാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല, ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളെ, സന്തോഷങ്ങളെ കുറിച്ച് പറയുന്നത്. പിന്നീട് 23 മുതൽ 31 വരെ, അവസാന ആയത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തദ്കിറത്താണെന്നും അത് ഹൃദയ സാന്നിധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഉത്ബോധനം ഉപകാരപ്പെടുമെന്നും സൂചിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.